welcome back to Xylem Banking. So, GICയുടെ എക്സാം വരാൻ പോവുകയാണ്. ജനറൽ ഇൻഷുറൻസ് കോർപ്പറേഷന്റെ എക്സാം വരാൻ പോവുകയാണ്. അതിൽ ഡിസ്ക്രിപ്റ്റീവ് റൈറ്റിംഗിൽ പ്രസ്സി എന്നൊരു ഏരിയ ഉണ്ട്. 30 മാർക്കാണ്, 3 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. എസ്എ, പ്രസ്സി, കോംപ്രഹെൻഷൻ ഉണ്ടാവും. അതിൽ 10 മാർക്കോളം പ്രസ്സിക്കാണ്. അപ്പൊ ആ മാർക്ക് കൊണ്ട് അങ്ങനെ നിസ്സാരമായിട്ട് നമുക്ക് ഇങ്ങനെ കളയാനായിട്ട് പറ്റത്തില്ല. എങ്ങനെ ചെയ്യണം മിസ്സേ? ഒരുപാട് ഡൗട്ടുകൾ ആക്ച്വലി എന്റെ മുന്നിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു ഇതുമായിട്ട് ബന്ധപ്പെട്ട്. സോ അതുമായിട്ടുള്ള എല്ലാ ഡൗട്ടുകളും ക്ലിയർ ചെയ്തുകൊണ്ട് ഒരു വീഡിയോ ആണ്. സോ സ്റ്റാർട്ടിംഗ് ടിൽ എൻഡ് വരെ കാണാം. ഉറപ്പായിട്ടും ഇതുപോലെ നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹമുള്ള, നിങ്ങൾക്ക് ഡൗട്ട് ഉള്ള ഏരിയാസ് താഴെ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അതിന്റെ വീഡിയോസ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ചെയ്തു തരുന്നതായിരിക്കും. സോ ആദ്യം തന്നെ നമുക്ക് നോക്കാം എന്താണ് പ്രസ്സി റൈറ്റിംഗ്. പ്രസ്സി റൈറ്റിംഗ് ഈസ് സമ്മറൈസിംഗ് എ കോംപ്രഹെൻഷൻ ഇൻ ലിമിറ്റഡ് വേർഡ്സ് കവറിംഗ് ഓൾ ഇമ്പോർട്ടന്റ് ആസ്പെക്ട്സ്. നമുക്കൊരു പാസേജ് തന്നിട്ടുണ്ടാവും. ആ പാസേജ് ശ്രദ്ധയോടെ വായിക്കുക. അതിലെ 1/3 ചുരുക്കുക. അതായത് അതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒന്നും മിസ് ഔട്ട് ആവാതെ അതിനെ ചുരുക്കുക. ഫോർ എക്സാമ്പിൾ, ഒരു സിനിമ കണ്ടതിന് ശേഷം ആ സിനിമയുടെ കഥ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരനോ കൂട്ടുകാരിക്കോ സ്പോയിലർ ഇല്ലാതെ വിവരിക്കില്ലേ? എന്നാൽ ആ സിനിമയിൽ എന്താണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതെന്ന് നിങ്ങൾ ഡിസ്ക്രൈബ് ചെയ്യില്ലേ? അത് തന്നെ. അതായത് മുഴുവൻ സിനിമയും നിങ്ങൾ 2.5 മണിക്കൂർ എടുത്ത് ഡിസ്ക്രൈബ് ചെയ്യുന്നതിന് പകരം നിങ്ങൾ വളരെ നിസ്സാരമായി ചെയ്യാൻ പോകുന്നത് എന്താണ്? ചെറിയ രീതിയിൽ, ചെറിയ വാക്കുകളിൽ അതിനെ ഒതുക്കി, എന്നാൽ ആ സിനിമ കാണണം അല്ലെങ്കിൽ ആ സിനിമ എന്താണെന്ന് മനസ്സിലാവുന്നത് പോലെ നിങ്ങൾ ഡിസ്ക്രൈബ് ചെയ്യും. അത് തന്നെയാണ് ഈ പ്രസ്സി റൈറ്റിംഗിൽ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. സോ എന്തൊക്കെ റൂൾസ് ആണ് നമ്മൾ പ്രസ്സി റൈറ്റിംഗിൽ പാലിക്കേണ്ടത്? ഉറപ്പായിട്ടും റൂൾസ് പാലിച്ച് വേണം. നമ്മളിപ്പോൾ ലെറ്റർ റൈറ്റിംഗ് ആയാലും ഡിസ്ക്രിപ്റ്റീവിൽ തന്നെ എസ്സേ റൈറ്റിംഗ് ആയാലും അതിൽ റൂൾസ് ഉണ്ട്. ഇതെല്ലാം ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. ഉറപ്പായിട്ടും ആ വീഡിയോ കണ്ടു നോക്കുക. ഇനി എന്തൊക്കെയാണ് ആ റൂൾസ് എന്ന് നോക്കാം. അണ്ടർസ്റ്റാൻഡ് ദി ടെക്സ്റ്റ്. അതായത് നമുക്ക് തന്നിരിക്കുന്ന മെയിൻ ഒറിജിനൽ പാസേജ് നന്നായി വായിച്ച് അതിൽ പറയുന്നതെല്ലാം കൃത്യമായി മനസ്സിലാക്കുക. ഐഡന്റിഫൈ ദി മെയിൻ ഐഡിയാസ്. വായിച്ചു പോകുന്ന സമയത്ത് തന്നെ നിങ്ങൾ ചെറുതായിട്ടൊരു പേപ്പറിൽ നോട്ട് ചെയ്ത് പോവാം. മെയിൻ ആയിട്ട് അതിൽ എന്താണ് പറയുന്നത്, ആ മെയിൻ ഐഡിയാസ് നിങ്ങൾ ചെറുതായിട്ട് നോട്ട് ചെയ്യുക. വളരെ ബ്രീഫായിട്ട് അതിന്റെ ഇമ്പോർട്ടൻസ് തീരെയും കുറയാതെ, വിത്തൗട്ട് ലൂസിങ് ദി മീനിങ്, ആ മീനിങ് ഒന്നും കുറയാതെ, ഇമ്പോർട്ടൻസ് പോവാതെ അതിനെ ചുരുക്കുക. അല്ലെങ്കിൽ നമുക്കൊരു കാര്യം ചുരുക്കി പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലേ? നമ്മളത് എക്സ്പ്ലനേഷനിലൂടെ പറയാനാണ് ശ്രമിക്കുക. പക്ഷെ ചുരുക്കി പറയണം എന്നൊരു ടാസ്ക് ആണ് ഈ ഒരു എക്സാമിൽ നമ്മൾ നേരിടേണ്ടി വരുന്നത്. ഇനി യൂസ് യുവർ ഓൺ വേർഡ്സ്. നിങ്ങൾ ഫ്രേസസ് ഒക്കെ കോപ്പി ചെയ്യുന്നത്, അത് എന്താണോ മെയിൻ പാസേജിലുള്ളത് അത് അതുപോലെ തന്നെ കോപ്പി പേസ്റ്റ് ചെയ്യാതെ നിങ്ങളുടേതായ വേർഡ്സിലൂടെ അതിനെ ചുരുക്കാനായി ശ്രമിക്കുക. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി നന്നായിട്ട് അത് എഴുതാനായിട്ട് സാധിക്കും. മെയിൻറ്റെയിൻ എ ലോജിക്കൽ ഫ്ലോ. അതായത് നിങ്ങൾ എഴുതി പോകുന്നതിന് ഒരു സ്റ്റാർട്ടിങ്ങും ഒരു മിഡിലും ഒരു എൻഡും ഒക്കെ വേണം. അതായത് തുടക്കവും ഒടുക്കവും വരെ വായിച്ചു പോകാനായിട്ട് തോന്നണം. അല്ലാതെ അവിടെ നിന്നും ഇവിടെ നിന്നും എടുത്ത മെയിൻ പാസേജിന്റെ ആദ്യവും അവസാനവും ഒക്കെ എടുത്ത് ആഡ് ഓൺ ആക്കിയ വാക്കുകൾ കൊടുക്കാതെ നിങ്ങൾ എന്ത് ചെയ്യുക, അതിനൊരു നല്ല ഫ്ലോ കൊടുക്കുക. വളരെ ചെറിയ ഒരു ലൈൻ ആണെങ്കിൽ പോലും അത് വായിക്കുമ്പോൾ വായിക്കുന്ന ആൾക്ക് അത് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കണം. എന്താണ് ആ മെയിൻ കണ്ടന്റ് എന്ന് അവർക്ക് കിട്ടണം. ഓക്കെ. അവോയ്ഡ് പേഴ്സണൽ ഒപ്പീനിയൻസ്. തീരെയും നിങ്ങൾ അവോയ്ഡ് ചെയ്യേണ്ട കാര്യമാണ്. നിങ്ങൾ പേഴ്സണൽ ഒപ്പീനിയൻസ് ഒന്നും, നിങ്ങളുടെ പെർസ്പെക്റ്റീവ് ഒന്നും അവിടെ പറയാനായിട്ട് പോകണ്ട. ഗ്രാമർ ശ്രദ്ധിക്കണം, സ്പെല്ലിംഗ് ശ്രദ്ധിക്കണം, പങ്ക്ച്വേഷൻ ശ്രദ്ധിക്കണം. ഇത് 3നും നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓക്കെ. ഇനി എഫക്റ്റീവ് ആയിട്ട് എങ്ങനെ പ്രസ് എഴുതാം? ലിമിറ്റ് വേർഡ് കൗണ്ട്. വേർഡ് കൗണ്ട് എപ്പോഴും 1/3 ഓഫ് ദി ഒറിജിനൽ ടെക്സ്റ്റ് ആയിരിക്കണം. ഒറിജിനൽ ടെക്സ്റ്റിന്റെ 1/3 മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. എന്താ നമ്മുടെ പ്രസ്സി റൈറ്റിംഗ്? എക്സ്ക്ലൂഡ് എക്സാമ്പിൾസ്. ഡേറ്റ, എക്സാമ്പിൾ, ഫാക്ട്, സ്റ്റാറ്റിസ്റ്റിക്സ് ഇതൊന്നും നമ്മൾ എവിടെ ആഡ് ചെയ്യണ്ട, പ്രസ്സിയിൽ ആഡ് ചെയ്യണ്ട. ഫോക്കസ് ഓൺ ടോൺ. അതായത് എന്താണോ ഒറിജിനൽ ആയിട്ടുള്ള കണ്ടന്റിന്റെ മീനിങ്, ടോൺ, അത് തന്നെ നിലനിർത്താനായിട്ട് നോക്കുക. അതിൽ നിന്ന് മാറാതിരിക്കാൻ ശ്രമിക്കുക. ഓക്കെ. പ്രൂഫ് റീഡ് ചെയ്യുക. എല്ലാം ചെയ്തു കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് റീഡ് എൻറ്റയർ പാസേജ്. നിങ്ങൾ ഒറിജിനൽ പാസേജ് വായിച്ചതിന് ശേഷം നിങ്ങൾ ഒരു പ്രസ്സി എഴുതും. ആ പ്രസ്സിയും നിങ്ങൾ നന്നായിട്ട് വായിച്ചു നോക്കുക. ഓക്കെ. വായിച്ചു നോക്കാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇൻ കേസ് അവിടെ എന്തെങ്കിലും ഒരു കറക്ഷൻ ഉണ്ട്, പങ്ക്ച്വേഷൻ, സ്പെല്ലിംഗ്, ഗ്രാമർ കറക്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാമല്ലോ. സോ ഓൾവേസ് പ്രൂഫ് റീഡ്. ഓക്കെ. നൗ എന്നോട് ചോദിച്ച ഒരുപാട് ചോദ്യങ്ങൾ ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എന്താണ് ഈ പ്രസ്സിയുടെ പേർപ്പസ് എന്ന് ഒരുപാട് കുട്ടികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. വളരെ സിമ്പിൾ ആണ്. കാരണം നമ്മളൊരു പാസേജ്, നിങ്ങളുടെ മുന്നിലേക്ക് ഒരു വലിയ പാസേജ് വരാണ്. ആ പാസേജ് മുഴുവൻ വായിക്കാൻ നിങ്ങൾക്ക് മടിയുണ്ടെങ്കിൽ ആ പാസേജിന്റെ സമ്മറി, ഫോർ എക്സാമ്പിൾ ഒരു ബുക്ക് വാങ്ങിച്ചു, ബുക്കിന്റെ ഏറ്റവും പുറകു വശത്തുള്ള ചെറിയ എഴുത്തുകൾ വായിച്ച് ബുക്കിന്റെ കണ്ടന്റ് എന്താണെന്ന് മനസ്സിലാക്കി ബുക്ക് വാങ്ങിക്കുന്നവരാണ് പലരും. ആ ചെറിയ കണ്ടന്റ് അല്ലാതെ ബുക്ക് മുഴുവൻ ഒറ്റയടിക്ക് വായിച്ചു തീർക്കാൻ പറ്റത്തില്ല. പുറകിലുള്ള അതിലൂടെ ബുക്കിനുള്ളിലകത്തുള്ള കാര്യങ്ങൾ, ബുക്കിനകത്ത് എന്താണ് പറയുന്നതെന്ന് മനസ്സിലാക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുന്ന പോലെ ഇത് പ്രസ്സി റൈറ്റിംഗ് ഒരു ഒറിജിനൽ പാസേജിൽ എന്താണ് പറയുന്നത് ഒരു ഐഡിയ നമുക്ക് തരും. ഓക്കെ. ഇനി ക്യാൻ ഐ ഇൻക്ലൂഡ് കോട്സ് ഇൻ എ പ്രസ്സി? ഇതും ചോദിച്ചിട്ടുണ്ടായിരുന്നു. നോ, ഓഫ് കോഴ്സ്. ഞാൻ ആദ്യം നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ഡേറ്റ,
സ്റ്റാറ്റിസ്റ്റിക്സ്, സർവേ, എക്സാമ്പിൾസ് ഒന്നും തന്നെ പ്രസ്സിക്കകത്ത് കൊടുക്കണ്ട. അതുകൊണ്ട് കോട്ടുകളൊന്നും പ്രസ്സിക്കകത്ത് ആഡ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. എസ്സേക്കകത്ത് നിങ്ങൾ ആഡ് ചെയ്തോളൂ, പ്രസ്സിക്കകത്ത് നിങ്ങൾ എന്ത് ചെയ്യേണ്ട, ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ബ്രീഫ് ആയിട്ട് വെക്കുക, ഒറിജിനൽ കണ്ടന്റുമായിട്ട് അതുപോലെ തന്നെ പോട്ടെ, അത് നമ്മൾ എക്സ്ട്രാ ഒന്നും ആഡ് ചെയ്യണ്ട. ഓക്കെ, ഇനി ഹൗ ഇസ് പ്രസ്സി ഡിഫറെന്റ് ഫ്രം എ സമ്മറി? എന്തുകൊണ്ടാണ് സമ്മറിയും പ്രസ്സിയും രണ്ടാണെന്ന് പറയുന്നത്, അല്ലെങ്കിൽ എന്താണ് ഡിഫറൻസ് എന്ന് കുട്ടികൾ ചോദിച്ചിട്ടുണ്ട്. മോർ സ്ട്രക്ചേർഡ് ആണ്, വളരെ കൺസൈസ് ആണ്, മാത്രമല്ല ഒരു മെയിൻ ആർഗ്യുമെന്റിൽ മാത്രം ഫോക്കസ് ചെയ്യുന്നതാണ്. അതായത് ഒറ്റയടിക്ക് പറയുകയാണെങ്കിൽ സമ്മറിക്കകത്ത് നമുക്ക് എക്സാമ്പിൾസ് കാണാൻ പറ്റും, അവിടെ നമുക്ക് ചിലപ്പോൾ ഫാക്റ്റുകൾ കാണാൻ പറ്റും, സർവേകളോ സ്റ്റാറ്റിസ്റ്റിക്സോ ഒക്കെ കാണാൻ പറ്റും. പക്ഷേ പ്രസ്സിക്കകത്ത് കണ്ടന്റ്, ഒറിജിനൽ കണ്ടന്റിന്റെ ഐഡിയ മാത്രമേ ഉണ്ടാവുള്ളൂ, വേറെ ഒന്നും തന്നെ ഉണ്ടാവില്ല. അതാണ് അവരുടെ മേജർ ആയിട്ടുള്ള ഡിഫറൻസ്. ഓക്കെ, ഇനി ഷുഡ് ഐ റൈറ്റ് ഇൻ ഫസ്റ്റ് പേഴ്സൺ? നോ, ഫസ്റ്റ് പേഴ്സണിൽ എഴുതണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ഒബ്ജക്റ്റീവ് ആയിരിക്കണം. പേഴ്സണൽ റിഫറൻസ് കഴിവതും നിങ്ങൾ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. ഇനി ലോജിക്കൽ ഫ്ലോ. ലോജിക്കൽ ഫ്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു ഐഡിയ പ്രസന്റ് ചെയ്യാണ്, ആ പ്രസന്റ് ചെയ്യുന്ന ഒരു സെൻസ് ഉണ്ടാവണം. ഒറിജിനൽ ടെക്സ്റ്റിൽ ഏതൊരു ഒഴുക്കിലാണോ കാര്യം പറഞ്ഞു പോയിരിക്കുന്നത് അതേ ഒഴുക്ക് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നോക്കുക. ഓക്കെ, ഇനി അടുത്തത് പ്രസ്സിക്ക് ടൈറ്റിൽ വേണമെന്ന്. വെദർ ആസ്ക്ഡ് ഓർ നോട്ട് യു ആർ സപ്പോസ് ടു ഗീവ് എ ടൈറ്റിൽ ടു പ്രസ്സി. ദ ടൈറ്റിൽ ഷുഡ് കൺവേ ദ കോർ ഐഡിയ. കൊടുക്കാം, ഒരു നല്ല ടൈറ്റിൽ നിങ്ങൾക്ക് കൊടുക്കാം. ടൈറ്റിൽ കൊടുക്കണോ കൊടുക്കണ്ടേ ചോദിച്ചാൽ കൊടുക്കുന്നതിൽ ഒരു പ്രശ്നമില്ല, കൊടുക്കാം, നോ പ്രോബ്ലം. പക്ഷെ അത് നല്ല മെയിൻ ഐഡിയ കൺവേ ചെയ്യുന്ന പോലത്തെ ഒരു ടൈറ്റിൽ ആയിരിക്കണം എന്നുള്ള കാര്യത്തിൽ ഉറപ്പ് വരുത്താം. ഇനി ഹൗ ലോങ് ക്യാൻ എ പ്രസ്സി? അത് ഞാൻ ഓൾറെഡി പറഞ്ഞു, ഒരു 100 200 ആണ്. അത് 1/5 to 1/6 ഓഫ് ദ ലെങ്ത്. ഒറിജിനൽ പാസേജ് അനുസരിച്ച് നമുക്ക് എപ്പോഴും വേർഡ് ലിമിറ്റ് പറയാനായിട്ട് സാധിക്കത്തുള്ളൂ. ഒറിജിനൽ പാസേജിന്റെ 1/3 അതേ മതി നിങ്ങൾ പ്രസ്സിക്കകത്ത്, അത് മാത്രം നിങ്ങൾ ഓർത്താൽ മതിയാകും. ഓക്കെ, ഇനിയിപ്പോ ഡൂസ് എന്തൊക്കെ നമുക്ക് പ്രസ്സി റൈറ്റിംഗിൽ ചെയ്യാം. ബിഗിൻ വിത്ത് ദി ബേസിക് ഐഡിയ. ഒരു ബേസിക് പാസേജിൽ എന്താണോ പറയുന്നത് അത് വെച്ച് തന്നെ തുടങ്ങുക. വാട്ട് ഇസ് ദ ബേസിക് ഐഡിയ ഓഫ് ദി മെയിൻ പാസേജ്, അത് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ക്ലിയർ ഐഡിയ, അതായത് നിങ്ങൾ എപ്പോഴും റീഡറിന് എന്താണോ നിങ്ങൾ പറയുന്നത് അതിൻ്റെ ഒരു ക്ലിയർ വേർഷൻ കൊടുക്കണം. ആൻഡ് റീഡിംഗ് ദ പാസേജ് മേക്ക് എ നോട്ട് ഓഫ് ഓൾ ദി ഇമ്പോർട്ടൻറ്റ്. അപ്പം നിങ്ങൾ മെയിൻ പാസേജ് വയ്ക്കുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അതിൽ എന്തൊക്കെ പറയുന്നോ അതെല്ലാം നിങ്ങൾ നോട്ട് ചെയ്ത് പോകണം. ആ നോട്ട് ചെയ്ത് പോകുന്ന പോയിന്റുകൾ ഉറപ്പായിട്ടും പ്രസ്സിക്കകത്ത് നിങ്ങൾ ഇൻക്ലൂഡും ചെയ്തിരിക്കണം. ഓക്കെ, ദെൻ follow the main idea of the passage with facts, points of improvement, method, etc. Include all important keywords, terms which are keywords. അതാ ഞാൻ പറഞ്ഞു, നിങ്ങൾ നോട്ട് ചെയ്ത് പോകുന്ന കീവേഡ്സ് ഉറപ്പായിട്ടും പ്രസ്സിക്കകത്ത് ഉണ്ടാവണം, അത് നിങ്ങൾ മറക്കാൻ പാടില്ല. പിന്നെ ടെൻസ്, നിങ്ങൾ യൂസ് ചെയ്യുന്ന ടെൻസ് നിങ്ങൾ ശ്രദ്ധിക്കണം. മാത്രമല്ല പാസ്റ്റ് ടെൻസ്, ഹിസ്റ്റോറിക്കലായിട്ട് എന്തെങ്കിലും ഫാക്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് മെയിൻ പാസേജിൽ പറയുന്നുണ്ടെങ്കിൽ അത് ആ പാസ്റ്റ് ടെൻസിൽ തന്നെയായിരിക്കണം പ്രസ്സിലും ഉണ്ടാവേണ്ടത്. അവിടെ ടെൻസ് കൊണ്ടൊന്നും ചേഞ്ച് ചെയ്യരുത്. ഓക്കെ, മാത്രമല്ല റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഡേറ്റ യു ആർ റൈറ്റിംഗ് ഇൻ ദി പ്രസ്സി. അത് നമ്മൾ എപ്പോഴും ഒരു കാര്യം നോക്കണം, ഒറിജിനൽ പാസേജിൽ ഇല്ലാത്ത ഒന്നും പ്രസ്സിയിൽ ആഡ് ചെയ്യരുത്. ഓക്കെ, സോ അത് മാത്രം മറക്കാൻ പാടില്ല. നൗ ഡോൺസ്. പ്രസ്സിയിൽ എന്ത് ചെയ്യാൻ പാടില്ല എന്ന് ഒന്നുകൂടെ ഞാൻ എടുത്ത് പറയുകയാണ്. ദ ലെങ്ത് ഓഫ് പ്രസ്സി മസ്റ്റ് ബി ഷോർട്ടർ ദാൻ ദ ലെങ്ത് ഓഫ് ദ പാസേജ്. ഞാൻ ഓൾറെഡി പറഞ്ഞു. ഡു നോട്ട് ഓവർ കോംപ്ലിക്കേറ്റ്, അതായത് ഇല്ലാത്ത കാര്യങ്ങളൊന്നും പ്രസ്സിയിൽ എഴുതി ചേർക്കരുത്. നിങ്ങളുടെ പേഴ്സണൽ ഒപ്പീനിയൻസ് ഒന്നും എഴുതി ചേർക്കരുത്. ഡു നോട്ട് make assumptions or add informations. Okay, then not give your own opinion or criticism. നിങ്ങളുടെ ഒപ്പീനിയനോ നിങ്ങളുടെ ക്രിറ്റിസിസമോ ഒന്നും ആഡ് ചെയ്യാൻ പാടില്ല. Do not enter statements in the question formats. ചോദ്യങ്ങൾ ചോദിക്കുന്ന പോലെ സ്റ്റേറ്റ്മെന്റ്സ് ഒന്നും ആഡ് ചെയ്യാൻ സാധിക്കില്ല, ചെയ്യരുത്. ഒരു പോയിന്റ് തന്നെ ഒരുപാട് നേരം, അതായത് ഒരു പോയിന്റ് തന്നെ ബിക്കോസ് ചേർത്ത് നീട്ടിക്കൊണ്ട് പോകാനും നോക്കരുത്. ബേസിക്കലി നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യുക, ബേസിക് ഐഡിയോട് സ്റ്റിക്ക് ഓൺ ചെയ്യുക, കീവേഡ്സ് ആഡ് ചെയ്യാൻ നോക്കുക, മെയിൻ പോയിന്റ്സ് ആഡ് ചെയ്യാൻ നോക്കുക. മാത്രമല്ല ടെൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുക. റിലേഷൻ, ദർ മസ്റ്റ് ബി റിലേഷൻ വിത്ത് ദ ഡേറ്റ യു റൈറ്റിംഗ് ദ പ്രസ്സി ഷുഡ് ഹാവ് സം കോമൺ ലിങ്ക്സ്. അതായത് എന്ത് നിങ്ങൾ എഴുതിയാലും നിങ്ങളുടെ മെയിൻ പാസേജുമായിട്ട് കോമൺ ലിങ്ക് ഉറപ്പായിട്ടും ഉണ്ടാവണം. ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇതൊക്കെ ഡൂസ് ആണ്. രണ്ടാമത് ഈ പറഞ്ഞതെല്ലാം ഡോൺസ് ആണ്. ഓക്കെ, നൗ മൂവിങ് ഓൺ ടു ഒറിജിനൽ പാസേജ്. ഇതൊരു ഒറിജിനൽ പാസേജ് ആണ്. വളരെ ചെറിയൊരു എക്സാമ്പിൾ പറയാൻ വേണ്ടി മാത്രം എടുത്തതാണ്. ടൈം മാനേജ്മെന്റ് is a crucial skill that helps individuals achieve their goals efficiently. By organizing tasks and prioritizing them, one can focus on what truly matters and avoid wasting time. Procrastination, on the other hand, is the enemy of productivity. It leads to stress and missed opportunities. Developing a daily schedule, setting realistic goals and avoiding distractions are key strategies for effective time. അപ്പോൾ ഇതിനെ ഞാൻ ഇനി ഒന്ന് ചുരുക്കി എഴുതി നോക്കാം. അപ്പം നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അതായത് നമുക്കിവിടെ പറയാൻ പറ്റുന്ന ഫസ്റ്റ് പോയിന്റ്, ടൈം മാനേജ്മെന്റ് ഭയങ്കര എസെൻഷ്യൽ ആണ്. എന്തിന്? അച്ചീവിങ് ലൈക്ക് ഗോൾസ് എഫിഷ്യൻ്റ്ലി. നമുക്ക് ഗോൾസ് അച്ചീവ് ചെയ്യാൻ. അപ്പോൾ നമുക്ക് അത് തന്നെ ആദ്യം കൊടുക്കാം. ടൈം മാനേജ്മെന്റ് ഈസ് എസെൻഷ്യൽ ഫോർ അച്ചീവിങ് എന്താ പറയുക, ലൈക്ക് ഗോൾസ് എഫിഷ്യൻ്റ്ലി. ഓക്കെ, നമുക്ക് അങ്ങനെ ചെറുതാക്കാം. ഇനി എന്ത് പോയിന്റ് ആഡ് ചെയ്യാം? ബൈ പ്രയോറിറ്റൈസിങ്
task, individuals can avoid procrastination, അല്ലേ? By prioritizing tasks, individuals can avoid procrastination. Then strategies such as scheduling, settling realistic goals, avoiding distractions are enhanced time management. അങ്ങനെ ഒറ്റ വാക്കിൽ കൊടുക്കാമല്ലോ. Like strategies such as daily schedule, then setting realistic goals, can enhance time management. See, ഞാൻ അതിനെ വളരെയധികം സിമ്പിളായിട്ട് മെയിൻ പോയിന്റ്സ് ഒന്നും കുറയ്ക്കാതെ അതിനെ ചെറുതാക്കിയിട്ടുണ്ട്. അത് ടൈം മാനേജ്മെന്റ് ഇസ് എസെൻഷ്യൽ ഫോർ അച്ചീവിംഗ് ഗോൾ എഫിഷ്യൻറ്റ്ലി ബൈ പ്രയോറിറ്റൈസിംഗ് ടാസ്ക് ഇൻഡിവിജ്വൽസ് ക്യാൻ അവോയ്ഡ് പ്രൊക്രാസ്റ്റിനേഷൻ. സ്ട്രാറ്റജീസ് സച്ച് ആസ് ഡെയിലി സ്കെഡ്യൂൾ, സെറ്റിംഗ് റിയലിസ്റ്റിക് ഗോൾസ് ക്യാൻ എൻഹാൻസ് ടൈം മാനേജ്മെന്റ്. ആ ഒറിജിനൽ പാസേജിനെ വളരെയധികം ചെറുതാക്കിയിട്ടുണ്ട്. ഞാനത് കുറച്ചുകൂടി അടിപൊളിയായിട്ട് ഞാൻ അടുത്ത സ്ലൈഡിലേക്ക് എഴുതിയിട്ടുണ്ടാവും. സോ ആ സ്ലൈഡ് നിങ്ങൾ ഒന്ന് വായിച്ച് നോക്കിയാൽ മതി. ഇങ്ങനെ വേണം ചെയ്യാൻ. ഞാനിപ്പോൾ വെറുതെ ഒരു എക്സാമ്പിൾ കാണിക്കാൻ വേണ്ടി എടുത്തുന്നേ ഉള്ളൂ. മെയിൻ പോയിന്റ്സ് ഒന്നും നമ്മൾ കളഞ്ഞിട്ടില്ല. നോക്കിക്കേ, ഇതിൽ ഒരു ഇൻഡിവിജ്വൽസിനെ അച്ചീവ് ചെയ്യാൻ, ഗോൾസ് എഫിഷ്യൻറ്റ്ലി അച്ചീവ് ചെയ്യാൻ ടൈം മാനേജ് ഹെൽപ്പ് ചെയ്യും എന്നുള്ള കാര്യം നമ്മൾ വിട്ടിട്ടുണ്ട്. ഓർഗനൈസിങ് ടാസ്കും പ്രയോറിറ്റൈസും നമ്മൾ പ്രൊക്രാസ്റ്റിനേഷൻ അവോയ്ഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഡെയിലി സ്കെഡ്യൂൾ, സെറ്റിംഗ് റിയലിസ്റ്റിക് ഗോൾസ്, അവോയ്ഡ് ഡിസ്ട്രാക്ഷൻസ്, കീ സ്ട്രാറ്റജീസ്, അത് നമ്മുടെ ടൈം മാനേജ്മെന്റ് എൻഹാൻസ് ചെയ്യുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ട്. മെയിൻ ഐഡിയ ഓഫ് ദ പാസേജ് സ്റ്റിൽ ഇൻ ദർ ഇൻ ദി പ്രസ്സി. ഓക്കെ, പ്രസ്സി വായിക്കുമ്പോൾ കുറച്ചും കൂടി ക്ലാരിറ്റി നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വേണം എപ്പോഴും പ്രസ്സി നിങ്ങൾ ചെയ്യാൻ. മെയിൻ ഐഡിയാസ്, മെയിൻ കീവേഡ്സ് ഒന്നും നിങ്ങൾ മിസ്സാക്കരുത്. നിങ്ങളുടെ ഒപ്പീനിയൻസ് ഒന്നും നിങ്ങൾ ആഡ് ചെയ്യേണ്ട. തന്നിരിക്കുന്ന ഒറിജിനൽ പാസേജിന്റെ കീവേഡ്സ് അതുപോലെ യൂസ് ചെയ്താൽ നിങ്ങൾക്ക് സുഖമായിട്ട് പ്രസ് ചെയ്യാൻ സാധിക്കും, കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. സോ ഐ ഹോപ്പ് യു ഗൈസ് ഗോട്ട് ഇറ്റ്. ഉറപ്പായിട്ടും നന്നായിട്ട് ഇത് പ്രാക്ടീസ് ചെയ്യുക. പ്രസ്സിയുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്, ഓൺലൈനായിട്ട് അവൈലബിൾ ആണ്. പ്രസ്സി ക്വസ്റ്റ്യൻസ്, പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ കിട്ടും. ഇല്ലെങ്കിൽ എൻ്റെ ടെലഗ്രാം ചാനലായ ഇംഗ്ലീഷ് ഓൾറൗണ്ടർ വിത്ത് രേവതി എന്ന ചാനലിൽ ഞാൻ പ്രസ്സിയുടെ ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടും കൊടുക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് അവിടെ വന്നത് കളക്ട് ചെയ്യാം. ഓക്കെ, സോ മറക്കാതെ താഴെ കമൻറ്റ് ചെയ്യുക. ഈ ക്ലാസ് എഫക്റ്റീവ് ആയിരുന്നോ എന്ന് നിങ്ങൾ പറയുക. നിങ്ങൾക്ക് അത് മനസ്സിലായോ എന്ന് പറയുക. നിങ്ങളുടെ കമൻറ്റ്സ് എനിക്ക് ഒരുപാട് വാല്യുബിൾ ആണ്. ഇതുപോലെ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ഇംഗ്ലീഷിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതും ഉറപ്പായിട്ട് താഴെ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.